അവോദ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജോബ് പ്ലേസ്മെന്റ് റേറ്റ് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം. ഹായ് ഗൈസ്, ഇകാഡ് MEP HEAC ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇത് മൂന്നും ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം ഇത് മൂന്നും ഡിഫറെൻറ്റ് കോഴ്സുകളാണ്. മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത് മൂന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ അവോധയിൽ ഇത് ഒറ്റ കോഴ്സിൽ ഇത് മൂന്നും ഇൻക്ലൂഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആദ്യത്തെ ഇകാഡ്. എന്താണ് ഇകാഡ്? ഇലക്ട്രിക്കൽ CAD ആണ് നമ്മൾ ഇകാഡ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ CAD. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ CAD? ഞാനൊരു വീടിൻ്റെ ഡിസൈൻ തന്നെ ഞാൻ എടുക്കും. ഒരു വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ആലോചിച്ചെടുക്കാം. അവിടെ നമുക്ക് മനുഷ്യരാശിയിൽ തന്നെ നമ്മൾക്ക് അറിയാമല്ലോ, നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, വെള്ളം, വായു, ഭക്ഷണം, വെളിച്ചം എന്നൊക്കെ നമ്മൾ പറയുന്നിട്ടില്ല. ഇലക്ട്രോണിക് സപ്ലൈകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ CAD എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ ആവശ്യമായ ഇലക്ട്രിക്കൽ സപ്ലൈ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CAD നമ്മൾ യൂസ് ചെയ്യുന്നത്. തൊട്ടടുത്താണ് MEP. MEPയുടെ ഫുൾ ഫോം വെച്ചാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ, അടുത്താണ് പ്ലംബിംഗ്. ഈ മൂന്ന് കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതില്ലാതെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് നമ്മൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മെക്കാനിക്കൽ വർക്കോ അല്ലെ ഇലക്ട്രിക്കൽ വർക്കോ അല്ലെ പ്ലംബിംഗ് വർക്കോ ഇല്ലാതെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാകുന്നതാണ് വേറൊരു ചുമര് മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതിന് കൂടാതെ ഇതിൽ നമ്മുടെ MEPയിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഫയർ ഫൈറ്റിങ്ങും പിന്നെ ELV, ഫയർ ഫൈറ്റിങ്ങും ELV സിസ്റ്റം. ഇതെന്താണെന്ന് വെച്ചാൽ ഫയർ ഫൈറ്റിംഗ് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ വലിയ വലിയ ബിൽഡിങ്സിലാണ് നമ്മൾ ഫയർ ഫൈറ്റിംഗ് മെയിനായിട്ട് പഠിക്കാൻ. എന്താ വെച്ചാൽ വല്ല ഫയറോ കാര്യങ്ങളിലോ തീപിടുത്തമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അണക്കാനുള്ള വെള്ളത്തിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് ഫയർ ഫൈറ്റിംഗ്. എക്സ്ട്രാ ലോ വോൾട്ടേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ CCTV കാര്യങ്ങൾക്കൊക്കെയാണ് എക്സ്ട്രാ ലോ വോൾട്ടേജ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഓൾറെഡി അറിയാമല്ലോ, മെക്കാനിക്കൽ ഡിവൈസ്, മെക്കാനിക്കൽ ഡ്രോയിങ്സ് ഉണ്ടാവും. പിന്നെന്താണ് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്ലംബിങ്ങിൻ്റെ നമ്മുടെ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്ന ഏത് ഭാഗത്ത് കൂടെയാണ്, ഏതിൽ കൂടെയൊക്കെയാണ് പോകുന്നത് നമ്മുടെ പ്ലംബിംഗ് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതാണ് നമ്മുടെ MEPയിൽ പ്രധാനമായിട്ടും വരുന്നത്. അടുത്താണ് നമ്മുടെ HVAC. HVACയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ്. നമ്മൾ എയർ കണ്ടീഷനിങ് ഓൾറെഡി അറിയാമല്ലോ, AC നമ്മൾ കേട്ടിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഹീറ്റ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ. ഇതിന് വേണ്ടിയാണ് നമ്മുടെ HVAC എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യുന്നത്. ഇനി ഇകാഡ് പഠിപ്പിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇലക്ട്രിക്കൽ CAD എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇലക്ട്രിക്കൽ CAD അല്ലെങ്കിൽ ഇകാഡ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കും. ബാക്കി ഈ രണ്ട് കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ നോർമൽ AutoCADലാണ് ഈ രണ്ട് കോഴ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷൻസ് ആണ് AutoCAD. ഈ രണ്ട് അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കോഴ്സിന് പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാനിപ്പോൾ കോഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ജോലി സാധ്യതകളും മറ്റുമൊക്കെ പറയാം. ജോലി സാധ്യത വെച്ചാൽ നമ്മൾക്കറിയാമല്ലോ, നിങ്ങളെ ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ലോകത്ത് എത്രയോ വീടുകളുണ്ട്, എത്രയോ ബിൽഡിങ്സ് ഉണ്ട്. നമ്മുടെ പല ബിൽഡിങ്ങുകളൊക്കെ ഇപ്പം നിങ്ങൾ നിരവധി കാണുന്നുണ്ടാവും. ഓരോ ദിവസം കൂടുന്നവർ ഓരോരോ ബിൽഡിങ്സിനൊക്കെ ഉദ്ഘാടനങ്ങളൊക്കെ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ലോകത്ത് അത്രത്തോളം ബിൽഡിങ്സും വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. നമ്മൾക്ക് ഫാക്ടറികളായാലും അവിടെയൊക്കെ നമ്മുടെ ഈ ഇകാഡ് MEP HVAC പഠിച്ച സ്റ്റുഡൻറ്റുകളായിരിക്കും അവിടെ മെയിനായിട്ട് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ജോലി സാധ്യത വളരെ ഏറിയ ഒരു കോഴ്സാണ് നമ്മുടെ ഇകാഡ് MEP ആൻഡ് HVAC. ഒരു തുടക്കക്കാരന് എത്രയാണ്? 2 lakh to 4 lakh വരെയാണ് പെർ ആനം. ഒരു വർഷം 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് ബേസിക് സാലറി വരുന്നത്. ഇതൊരു തുടക്കക്കാരൻ്റെ സാലറിയാണ്. ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് 10 lakh മുതൽ മുകളിലോട്ട് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ജോലി സാധ്യത ഏറിയ ഒരു കോഴ്സ് കൂടിയാണ് ഇകാഡ് MEP ആൻഡ് HVAC. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയോ BTechോ അങ്ങനെ മുകളിലോട്ട് ഡിപ്ലോമയോ ഒന്നുമല്ല. ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 മാത്രമാണ്. +2 മാത്രമാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതും
ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കമ്പ്യൂട്ടർ നോളജ്, പിന്നെ ഇത് പഠിക്കാനുള്ള ഒരു ആഗ്രഹവും, പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ECAD MEP HAVC പറഞ്ഞ കോഴ്സ് പഠിക്കുകയും ചെയ്യാം. ആ ഒരു പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതേ മേഖലയിൽ ജോലിയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ച് ജോബ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആയിരിക്കും. കാരണം വെച്ചാൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു കോഴ്സിന്റെ പേരിൽ വരുന്നത്. അപ്പോൾ ECAD MEP HVAC എന്നൊരു കോഴ്സ് നിങ്ങൾക്ക് അവബോധയിലൂടെ സിമ്പിളായിട്ട് പഠിക്കാം. കാരണം വെച്ചാൽ ഇത് ഓരോരോ വീഡിയോ പോർഷൻ ആയിട്ടാണ്, അതും സിമ്പിളായിട്ട് സ്റ്റുഡൻസിന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ ഈസി ആയിട്ട് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.